അപ്പം ഞങ്ങൾ ആദ്യം നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ ഒരു വയസ്സ് താഴെയുള്ള കുട്ടിക്ക് യാതൊരു കാരണവശാലും ആഡഡ് ഷുഗർ കൊടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ അതാണ് നമ്മൾ പല ഫോർമുലേസും നമ്മൾ ഒഴുകുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കണം ഫസ്റ്റ് 6 months എന്ന് പറയേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ. അതിനുള്ള ഭാവിയിലെ കുട്ടികൾ നമുക്ക് എപ്പം കുട്ടികൾ, അതായത് ഇപ്പോൾ എല്ലാ രോഗങ്ങളെയും വിത്ത് പാകുന്നത് ചെറുപ്പത്തിലാണ്. അതെ. നമ്മൾ ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഓഫ് അഡൾട്ട് ഡിസീസ് എന്നുള്ളൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. നിങ്ങളത് ഒബീസിറ്റി ആയാലും നിങ്ങളുടെ ഡയബറ്റീസ് ആയാലും ഹൈപ്പർ ടെൻഷൻ ആയാലും പിന്നെ കൊളസ്ട്രോൾ കൂടുന്ന എന്ത് അസുഖമായാലും ഇതിൻ്റെ എല്ലാം ഒരു പുതിയ സ്റ്റഡീനെ പറ്റി ഞാൻ പറയും. ഇപ്പോൾ അത് പേപ്പറിലൊക്കെ വന്നതേ ഉള്ളൂ. അതായത് 2 വയസ്സ് താഴെയുള്ള കുട്ടിക്ക് നമ്മൾ ഞാനീ പറഞ്ഞ ആഡഡ് ഷുഗർ മാക്സിമം കുറക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് വലുതായിട്ട് വരുന്ന ഡയബറ്റീസ് ഉണ്ട്, അത് വരാനുള്ള സാധ്യത 35% കുറയുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ത്രെട്ട് ഡയബറ്റീസിൻ്റെ എണ്ണം കൂടി വരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ചെറുപ്പത്തിലേ ഉള്ള നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഷുഗർ ഏതായാലും ഷുഗർ ഇപ്പോൾ ഇല്ലല്ലോ വന്നിട്ടാണ്. അത് നിങ്ങൾ വളരെ ശരിക്കും മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഷുഗർ മാക്സിമം അതുപോലത്തെ സാധനമാണ്. ഫസ്റ്റ് ആ 1 month 1 year കൊടുക്കുന്ന നമ്മൾ ഉപ്പിൻ്റെ അളവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഹെൽത്തി ആവണമെങ്കിൽ ഇത് രണ്ടും കുറച്ച്, പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ പ്രോട്ടീനും അതുപോലെ കാൽഷ്യം. അപ്പം ഞാനെപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർ പറയാം വീനിങ് ഫുഡ്, അതായത് നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡ് പറയും. ഇപ്പോൾ 6 months കഴിഞ്ഞിട്ട് അതിന് ശേഷം 6ാം മാസം തുടങ്ങുന്ന ഫുഡ് ഏതാ ഡോക്ടർ നല്ലതെന്ന് വെച്ചാൽ ഞാനെപ്പോൾ റാഗി എന്നേ പറയും, നമ്മൾ മുത്താറി. അതാണ് ഇന്ന് അവൈലബിൾ ഏറ്റവും ബെസ്റ്റ് വീനിങ് സ്റ്റാർട്ടിങ് ഫുഡ്. അതാണ് കാരണം വെച്ചാൽ അതിലിഷ്ടംമാതിരി പ്രോട്ടീൻ ഉണ്ട്, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം ഇഷ്ടംമാരുണ്ട്, അയൺ എല്ലാം ഉണ്ട്. അതൊരു നല്ലൊരു, ഇപ്പം നിങ്ങൾ വലിയ ആൾക്കാരെ നമ്മൾ കാണുന്നില്ല, ഇപ്പം നമ്മൾ മില്ലറ്റ് പറഞ്ഞിട്ട് കളി, ഈ റാഗി ഒരു മില്ലറ്റാണ്. അപ്പം കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് കോംപ്ലിമെൻ്ററി ഞാൻ പറയാം റാഗിയാണ്. അപ്പോൾ റാഗിനെ പറ്റി പല തെറ്റിദ്ധാരണകൾ നടക്കും. ഇത് കൊടുത്താൽ കഫക്കെട്ട് വരും, അതൊക്കെ ഒരു തെറ്റിദ്ധാരണകൾ ഞാൻ നേരത്തെ തണുപ്പാണ്. അപ്പോൾ അത് ഞാൻ പറയും അത് കൊടുത്തോ കുഴപ്പം, ഞാൻ കൊടുത്തൊരു കുട്ടികൾക്കും അത് കുഴപ്പമുണ്ടായില്ല. അപ്പം ഇങ്ങനെ അതുമാതിരി വരുന്ന നെക്സ്റ്റ് നമ്മൾ വരുന്ന ഈ ജങ്ക് ഫുഡ് വരുന്നത്, അതാണ് ഇന്നത്തെ കുട്ടികളിൽ വേറൊരു ത്രെട്ട്. അപ്പം ജങ്ക് ഫുഡിൻ്റെ പ്രശ്നം വെച്ചാൽ ജങ്ക് ഫുഡ് എല്ലാം ടേസ്റ്റി ആയിരിക്കും, ഇവൻ നമുക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രശ്നം ജങ്ക് ഫുഡിന് ഏത് ഫുഡിലും കൂടുതൽ കാലറിയുള്ള ഫുഡ്, അതുമാതിരി കൂടുതൽ ഉപ്പടങ്ങിയത്, ഷുഗർ കൂടുതൽ, ഇതൊക്കെയാണ് നമ്മൾ ജങ്ക് ഫുഡ്. അതുമാതിരി ബോട്ടിൽ വരുന്നതെല്ലാം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതൊക്കെ ജങ്ക് ഫുഡാണ്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം കുട്ടിക്ക് ഇതൊക്കെ കൊടുക്കാതെ നോക്കുകയല്ലെന്ന്. അതിനെക്കൊണ്ട് കുട്ടിക്ക് പലപ്പം കോൺസ്റ്റിപ്പേഷൻ, ഞങ്ങളിപ്പോൾ ഒരുപാട് കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ കാണുന്നുണ്ട്. ആ കോൺസ്റ്റിപ്പേഷനിൽ മെയിൻ പ്രശ്നം അതുമാതിരി വരുന്ന വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിട്ടുമാറുന്ന വയറുവേദന, ഇതൊക്കെ അതൊക്കെ എൻ്റെ പ്രധാന കാരണം ഫുഡ് തന്നെയാണ്. ഫുഡാണ് നമ്മൾ. അപ്പോൾ ഇതുമാതിരി ഫുഡ് നമ്മൾ പറയല്ലോ ഒരു ലെവൽ കഴിഞ്ഞാൽ എല്ലാം പോയ്സണാണ് ഫുഡ്. അതുകൊണ്ട് നിങ്ങൾ പാരൻസാണ്, നമ്മൾ ഗുഡ് പാരൻറ്റിങ് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്ക് ഏത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നാണ്. അതുമാതിരി നിങ്ങൾ പറഞ്ഞ മുട്ട, പാല്, അതൊക്കെ പാലും ഞാൻ പൊതുവേ പാലിൽ അധികം കൊടുക്കേണ്ട പറഞ്ഞാൽ പാല് പറഞ്ഞാൽ മെയിൻ ഇഷ്യൂ, നമ്മൾ പാല് കൊടുക്കാൻ ഒരുപാട് പാല് കൊടുക്കും. പാല് നമ്മൾ പാല് കൊടുത്താലേ മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മൾ അയണിൻ്റെ അബ്സോർപ്ഷനൊക്കെ കുറക്കും. അത് പാലിപ്പോൾ നമ്മൾ മാക്സിമം 1 ഗ്ലാസ് പാൽ ഒരു ദിവസം ഒരു കുട്ടിക്ക് കൊടുക്കുക, അതിന് മേലെ ഒരിക്കലും പാല് കൂടിയത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ മുട്ട കൊടുക്കുക, മുട്ടയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോട്ടീൻ അവൈലബിൾ. നമ്മൾ റെഫറൻസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. പിന്നെ മീൻ, ഫിഷ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, പ്രത്യേകിച്ച് നമ്മളെ മുട്ട എത്രയല്ലോ, ഒരു മുട്ടയെ കൊടുക്കുക, അതിലെ മുട്ടയുടെ യോക്ക് ഒഴിവാക്കി പ്രോട്ടീൻ മറ്റേത് വേണം കൊടുക്കാം. അതുമാതിരി നമ്മൾ മീൻ കൊടുക്കുക, മീൻ മത്തി എന്നെല്ലാം പറഞ്ഞാൽ അതൊരു നിങ്ങൾ ഒമേഗ 3 ഫാറ്റി അതൊക്കെ നല്ലതാണ്. കുട്ടികൾ ഇതെല്ലാം ആദ്യം കൊടുത്ത് ശീലിപ്പിക്കണം നമ്മൾ. പിന്നെ ഈവൻ നമുക്ക് നമ്മുടെ മീറ്റ് എല്ലാം കൊടുക്കാം, വേണമെങ്കിൽ റെഡ് മീറ്റ് ഇനീഷ്യലി ഒഴിവാക്കാമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക, അതിനൊരു കുഴപ്പമില്ല. അതുമാതിരി നമ്മളെ ഫാമിലി പോട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെന്ന് കഴിക്കുന്നത് അത് കഴിച്ച് ശീലിപ്പിക്കുക. അതല്ലാതെ നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇതുമാതിരി പിസ്ത, പാസ്ത എന്നൊക്കെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളെ വീട്ടിൽ കഴിക്കുന്ന അതാണ് നമ്മുടെ മുൻ ജനറേഷനൊക്കെ ഇത്ര ആരോഗ്യമായി അവരെ ഫുഡ് ഹാബിറ്റ്സാണ്. നമ്മളിപ്പോൾ മെയിൻ തൊട്ട് ഫുഡ്. പിന്നെ വരുന്ന പ്രശ്നമാണ് നിങ്ങൾ ചോദിക്കുന്ന എനിക്കറിയാം മൊബൈൽ അല്ലേ, സ്ക്രീൻ ടൈം. അത് വളരെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, കുട്ടികളുടെ അഡിക്ഷൻ ആണോ പാരന്റിന്റെ മൊബൈൽ അഡിക്ഷൻ ആണോ ആക്ച്വൽ? അതിൻ്റെ മെയിൻ ഇഷ്യൂ ഞങ്ങൾക്ക് തോന്നുന്നു, ഇപ്പം നമുക്കെല്ലാം ന്യൂക്ലിയർ ഫാമിലിയില്ലേ. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ ഒരുപാട് ആൾക്കാർ പഠിച്ചില്ലേ, ഞങ്ങളെ തറവാട് വീട് ഒരുപാട് വീടുകൾ അടുത്തുണ്ട്. അപ്പോൾ ഒരുപാട് ഞങ്ങളെ നോക്കാൻ ഇഷ്ടംമാതിരി നമ്മളെ ആൾക്കാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം അവരെ കൂടെ ഇങ്ങനെ. പക്ഷെ ഇപ്പം എന്നല്ല സ്ഥിതി. ഇന്ന് വീട്ടിലെ പാരൻസ് മാത്രമേ ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. വീട്ടിൽ നോക്കാൻ അവരെ നോക്കാൻ വരാം. അപ്പോൾ അവർക്ക് വീട്ടിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ വെറുതെ ഇവിടെ ഇരിക്കേണ്ടത്. വർക്ക് ഫ്രം ഹോം എല്ലാം ആകുമ്പോൾ കുട്ടികളെ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ എന്തായാലും ഈസിയസ്റ്റ് മെത്തേഡ് എന്താണെന്ന് അവർക്ക് മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കും. അതാണ് ആക്ച്വലി നമ്മൾ പാരന്റ്സിന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് കുട്ടിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കൊടുക്കും, ഇത് ചെയ്താൽ ഇത് തരാന്ന് പറയും. അപ്പോൾ അടക്കി ഇരുത്താൻ വേണ്ടി നമ്മൾ തന്നെ കൊടുക്കും, എന്നിട്ട് പക്ഷെ കുട്ടി അഡിക്റ്റ് ആണെന്ന് പറയും. ഒരുതരം ബ്രൈബിങ്. ആ കുട്ടി
ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് മൊബൈൽ വന്നിട്ട് ഞാൻ നോക്കും, ഉറപ്പായും നോക്കും. ഉറപ്പായിട്ടും നോക്കും. നോക്കൂലേ? ഇഷ്ടമായി നമ്മൾ റീൽസ് എല്ലാം തുടങ്ങിയാൽ നമുക്ക് സ്വാഭാവികം പറ്റില്ല. അതുപോലെയാണ് കുട്ടികൾ അവർ റീൽസ് തുടങ്ങി അവരിങ്ങനെ നോക്കി നോക്കി അവർ കഴിക്കുന്ന എന്താണ്, അവരെന്താ അതിൻ്റെ ടേസ്റ്റ് അറിയാതെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രാൻഡ് പാരൻറ്റിങ് ഒന്ന് എൻകറേജ് ചെയ്യുക. ഗ്രാൻഡ് പാരൻസിനെ കൊണ്ട് ഒന്ന് അവരോട് സംസാരിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പം പറയുന്നതാണ്, ഫുഡ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ നമ്മൾ ഐ കോണ്ടാക്റ്റ്, നമ്മൾ ഓട്ടിസം പോലത്തെ ഉള്ള പ്രശ്നം നമ്മൾ ആരംഭത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് വെച്ചാൽ ഐ കോണ്ടാക്റ്റ് ആണല്ലോ അതിൻ്റെ. അപ്പോൾ നമ്മളൊരു കുട്ടീനെ, ചെറിയ കുട്ടീനെ നമുക്ക് ഫുഡ് കൊടുക്കുമ്പം അവരായിട്ടുള്ള നമ്മൾ ഐ കോണ്ടാക്ട്, നമ്മൾ അവർ ഐ കോണ്ടാക്ട് ഏർലി ഉണ്ടാക്കിയാൽ ഇതുപോലത്തെ ഓട്ടിസം പോലത്തെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു പരിധി വരെ തടയാൻ പറ്റും നമുക്ക്. അത് സ്റ്റിമുലേഷൻ, കുട്ടിക്ക് ഏർലി സ്റ്റിമുലേഷൻ, അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കുട്ടിയോട് സംസാരിക്കുക, പഴയ കഥകൾ പറയുക, അതുമാതിരി കുട്ടി പാല് കൊടുക്കുന്നു, നങ്ങേലി എന്ന് പറയുന്നല്ലേ, അങ്ങനെ കൊഞ്ചിച്ചും വർത്താനം പറഞ്ഞിട്ടാണ് പണ്ടൊക്കെ കൊടുത്തുകൊണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അത് ഡിജിറ്റലിലേക്ക് മാറി. പിന്നെ നമ്മൾ ടോയ്സ്, അതുമാതിരി നമ്മളിപ്പം ക്രയോൺസ് ഒക്കെ കൊടുത്താൽ ഞങ്ങളിപ്പോൾ ഒരുപാട് കുട്ടികളെ അഡ്മിറ്റ് ആക്കുമ്പോൾ നമ്മൾ റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലവർ നമുക്കിങ്ങനെ അവരോട് ഭയങ്കര ഒരു ആരാധന തോന്നും. വെച്ചാൽ അവർ കുട്ടിക്ക് കൊടുക്കുന്ന ക്രയോൺസും രണ്ട് തരം ആൾക്കാർ ഞങ്ങൾ കാണാറുണ്ട്. അവർ ക്രയോൺസ് കൊടുക്കുമ്പോൾ അവരെ കുറേ പസിൽസൊക്കെ കുട്ടി കളിക്കുന്നതാണ്, മൊബൈൽ അവർ കൊടുക്കില്ല. അങ്ങനെ ഉള്ള കുട്ടികളുണ്ട്. നല്ല ഞാനിത് പറഞ്ഞിട്ട് എല്ലാ പാരൻസ് അതുമാതിരി പറഞ്ഞില്ല, പക്ഷേ ഒരു ചുരുക്കം ഒരു ശതമാനം നിങ്ങൾ ഈ പറഞ്ഞ ഈസി മെത്തേഡ് നോക്കിയിട്ട് ഇതുമാതിരി മൊബൈൽ അതെങ്ങനെയെങ്കിലും നിങ്ങൾ ഒഴിവാക്കണം. വെച്ചാൽ 2 years താഴെ മൊബൈൽ സ്ക്രീൻ ടൈം 0 ആക്കണം എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ഓസ്ട്രേലിയയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡോൾസൻ്റ് ഏജിൽ തന്നെ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊന്ന് 16 years താഴെ മൊബൈൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ പരിപാടി. അപ്പോൾ നമുക്ക് അത് വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു 2 years കുട്ടിയൊക്കെ മൊബൈൽ കാണിക്കുക. നമ്മൾ പാരൻസ് എല്ലാവരും ഒരു തീരുമാനം എടുക്കണം. മറ്റേത് ആവശ്യത്തിന് മാത്രം സൂപ്പർവൈസ്ഡ്, അതായത് പാരൻസിൻ്റെ അറിയാലോ നിങ്ങൾക്ക് ഇന്ന് വരുന്ന മീഡിയാസിൽ വരുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം പലതരം കുട്ടികൾ എങ്ങനെ വഴിതെറ്റിക്കാമെന്നുള്ള പരിപാടികളാണ് ഉള്ളത്. അപ്പം കുട്ടികൾ സ്ലോലി അതിലേക്ക് പോകും. അപ്പം നമ്മൾ സൂപ്പർവൈസ്ഡ് ഇല്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അതാണ് പറയുന്നത്. സർ, ചെറിയൊരു കുഞ്ഞ് ഒരു 2 വയസ്സ് ആവുന്നുള്ളൂ, നല്ലപോലെ ഭക്ഷണം കഴിക്കും, വാരി കൊടുത്താലും ഭക്ഷണം കഴിക്കും. പക്ഷേ ഈ കുഞ്ഞിന് വയറ് നിറഞ്ഞെന്നുള്ളത് മനസ്സിലാവില്ല. ഇവൻ്റെ വയറിൻ്റെ ഇങ്ങനെ പൊന്തി വരുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ ഭക്ഷണം നിർത്താൻ. മതിയായി എന്ന് കുട്ടി പറയില്ല. മതിയില്ലെന്ന് ചോദിച്ചാൽ ഇനിയും വേണം എന്നേ പറയൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവം, ഇത് നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ കുട്ടി ഛർദ്ദിക്കാൻ വരും. അപ്പോഴാണ് അയ്യോ ഇത് ഓവർ ഫീഡഡ് ആയല്ലോ എന്ന് നമുക്ക് തോന്നുക. അപ്പം നമ്മൾ ഏകദേശം ഇവൻ്റെ വയറ് നോക്കിയിട്ട് നിർത്തേണ്ടി വരും. അങ്ങനെ കുട്ടിക്ക് സ്വയം മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടോ? അല്ല, അതിനല്ലേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു വാരി കൊടുക്കില്ല, ആ പരിപാടി നിർത്തണം. നമ്മൾ 1 year കഴിഞ്ഞാൽ സെൽഫ് ഫീഡിങ് എൻകറേജ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മളിപ്പം നമ്മൾ സ്വയം ഭക്ഷണം കഴിക്കുന്നത് വേറെ ആൾക്കാർ നമുക്ക് തരുമ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമ്മൾ ചവച്ച് കഴിക്കുന്നതും വേറെ ആളെ ഉരുട്ടിയിട്ട് നമ്മൾ വായിലിടുന്ന പോലെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന് മനസ്സിലാവും. നമ്മൾ ബോട്ടിൽ ഫീഡ്, ഇനീഷ്യലി ബോട്ടിൽ ഫീഡ് മാറ്റും. ബ്രസ്റ്റ് മിൽക്കും ബോട്ടിൽ ഫീഡും തമ്മിൽ മെയിൻ ഡിഫറൻസ് ആണ്. അതായത് ബ്രസ്റ്റ് മിൽക്ക് കുട്ടി എവിടെ തുടങ്ങണം എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് കുട്ടിക്ക് അറിയും, അമ്മയുടെ ബ്രസ്റ്റിനെ അറിയും. പക്ഷേ ബോട്ടിൽ അങ്ങനല്ല, നിങ്ങൾ ആക്കി കുട്ടിയുടെ വായിൽ വെച്ചെടുത്താൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടും കുട്ടി അത് എടുത്തുകൊണ്ട് കുട്ടി ഛർദ്ദിക്കാൻ തുടങ്ങും. അതേപോലെയാണ് നമ്മൾ ഈ മെക്കാനിക്കലായിട്ട് ഫീഡ് ചെയ്യില്ലേ. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്നത് വാരി കൊടുക്കുക, മൊബൈൽ കാണിച്ചിട്ട് കുട്ടീനെ ബ്രൈബ് ചെയ്തുകൊണ്ട് വാരി കൊടുക്കും. കുട്ടി ഒന്നും അറിയില്ല, കുട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി വൊമിറ്റ് ചെയ്യും. മറ്റേത് അവർക്കറിയാം, അവരെ ആവശ്യത്തിന്. അതായത് നമ്മൾ പറയാം, നിങ്ങൾ ഫുഡ് ഇപ്പോൾ കഴിക്കുന്ന അപ്പോൾ ആ ടൈമിൽ കുട്ടിയെ ഒന്നിച്ചിരുത്തി ഒരു പ്ലേറ്റിലൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക. അതായത് കുട്ടിയൊക്കെ ഇത് നമ്മുടെ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ആ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങൾ മുതലാക്കുക. അതാണ് എൻ്റെ ഏറ്റവും ഞാൻ നേരത്തെ ന്യൂ ബോണിൽ പറഞ്ഞ കാര്യം. അത് കുട്ടി ഹെൽത്തിയാണ്, നിങ്ങൾ പറഞ്ഞ ഹെൽത്തിയാണ്, കുട്ടി ആക്റ്റീവാണ്, കുട്ടി ഓടിച്ചാടി കളിക്കുന്നുണ്ട്, കുട്ടി ആവശ്യത്തിനുള്ള നമ്മൾ ആ കമ്പാരിറ്റീവില് വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ട്, ഹൈറ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ വേറെ ഒരു കുട്ടിയുടെ ആക്ടിവിറ്റി അവരെ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യേണ്ട ആ ഒരു ആവശ്യമില്ല. ഈ ഫോഴ്സ്ഫുൾ ഫീഡിങ് വരുമ്പോഴാണ് നിങ്ങൾ ഈ പ്രശ്നം വരുന്നത്. കഥ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും കുഞ്ഞു നല്ലോണം കഴിക്കും, നമുക്ക് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമുണ്ടാവും. കാരണം നല്ല അടിപൊളി കഴിക്കും. നമ്മൾ അവർക്ക് അറിയാം, ഏകദേശം നമ്മൾക്കറിയില്ല കുട്ടി ഒരു എത്ര കുട്ടിക്ക് ഇത്ര ഭക്ഷണം വേണമെന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ അവിടെ നിർത്തുക, അത്രേ ഉള്ളൂ.